എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈലേഷ് കൊലേനുവിൻ്റെ സംവിധാനത്തിൽ വന്ന ഹിറ്റ് ദ തേർഡ് കേസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ വന്നിട്ട്, അതായത് നമ്മുടെ കഥാനായകൻ വന്നിട്ട് ഒരാളെ വളരെ മൃഗീയമായി തലകീഴായി തൂങ്ങാനിട്ട് വളരെ മൃഗീയമായി കൊല്ലുന്നു. അതിനുശേഷം ഇയാൾ തന്നെ ആ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതേപോലെ കുറേ ഈ സെയിം സീരീസിൽ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ കൊന്നതിനും ആ ഇന്ത്യയിൽ മൊത്തം നടന്നിട്ടിരിക്കുന്ന ആ കൊലകൾക്കും ഒക്കെ കൂടെയുള്ള ലിങ്ക് എന്താണ് എന്നൊക്കെയുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു ബേസിക് സ്റ്റോറി. നമ്മൾ ഹിറ്റ് 1, 2 ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഹിറ്റ് 2 തറക്കിയിട്ടില്ല, അതായത് വന്നിട്ട് എന്താ പറയുക, 1ൻ്റെ അത്ര ഇല്ലെങ്കിലും അതിൽ കുറച്ച് ഡീറ്റെയിലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങുന്ന സമയത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് നന്നായിരിക്കും. അവസാനം വന്നിട്ട് അതായത് വന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോയി തുടങ്ങിയിട്ട് അവസാനം അത് വന്നിട്ട് ഒരു എന്താ പറയുക, ആക്ഷൻ ത്രില്ലർ പോലെ മാറ്റിക്കളയും ഈ സിനിമ. അതായത് ഈ ചില കൊറിയൻ സിനിമകളിലും ഇപ്പോൾ ഇടയിൽ വന്ന മലയാളത്തിൽ വന്ന മാർക്കോ എന്നിങ്ങനെയുള്ള സിനിമയിലൊക്കെ ഇൻസ്പയറായി വെറും വെട്ട് കുത്ത് വയലൻസ് അങ്ങനെ പറഞ്ഞിട്ട് എടുത്ത പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ശരി, ഓക്കെ, എന്താ പറയുക, ആക്ഷൻ ത്രില്ലർ എടുത്തു കഴിഞ്ഞാലും അത് വന്നിട്ട് നമുക്കൊരു എൻജോയ് ചെയ്യുന്ന രീതിയിലിരിക്കണം. അങ്ങനെയില്ല, അങ്ങനെ കഥ കൊണ്ടുപോകുന്നു. ശരിക്കും കഥ എന്നിട്ട് ഹീറോയുടെ എന്താ പറയുക, സ്ക്രീൻ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. അതേപോലെ വില്ലൻ്റെ ക്യാരക്ടറൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും മൊക്ക വില്ലനായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ വലിയ സ്റ്റോറിയൊന്നും ഇല്ലാണ്ട് ഒരു കഥ 2.5 മണിക്കൂർ എടുത്ത് കഴിച്ചു. അവസാനം സിനിമ കഴിയുന്ന സമയത്ത് വന്നിട്ട് അതായത് വന്നിട്ട് എന്താ പറയുക, മെഡിക്കൽ മാഫിയനെ കൊണ്ടുവന്ന് ലിങ്ക് ചെയ്ത് വിടും. അതായത് ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എന്താ പറയുക, ഇല്ലീഗലായിട്ട് വന്നിട്ട് ഇത്ര മർഡർ നടന്നു, ഇത്ര ചൈൽഡ് റേപ്പ് നടന്നു, ഇത്ര കിഡ്നാപ്പ് നടന്നു എന്നുള്ളൊക്കെ ഒരു രീതിയിൽ. അതേപോലെ ഇതിൽ വന്നിട്ട് മെഡിക്കൽ മാഫിയനെ കൊണ്ടുവന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അടുത്ത് 4th കേസിനുള്ള ലീഡ് ഈ പടത്തിൽ തന്നിട്ടുണ്ട്. അതിൽ വരുന്ന കഥാനായകൻ വന്നിട്ട് ആരാണെന്ന് നിങ്ങൾക്ക് സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. വേറെ എങ്ങനെ പടത്തിൽ എൻജോയ് ചെയ്ത് കാണുന്ന പോലെ സീനുകളും ഒന്നുമില്ല. പിന്നെ അതേപോലെ കഥ വന്നിട്ട് ഇത് ആന്ധ്രയിൽ മാത്രം നടക്കുന്ന പോലെ എടുത്താൽ മതിയായിരുന്നു. ഇവർ നോർത്ത് ഇന്ത്യയിലേക്കും കാശ്മീരിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ല. അതേപോലെ എന്താ പറയുക, ഈ പടം വന്നിട്ട് വലിയ കഥയൊന്നും ഇല്ലെങ്കിലും നമ്മൾ തിയേറ്ററിലിരുന്ന് കാണാനുള്ള കാരണം വന്നിട്ട് നാനിയുടെ സ്ക്രീൻ പെർഫോമൻസ് വന്നിട്ട് വളരെയധികം നന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ തിയേറ്ററിൽ വന്നിട്ട് ആ 2.5 മണിക്കൂർ പിടിച്ചിരുത്തിയത്. അതേപോലെ പടത്തിൻ്റെ മേക്കിങ്ങും വളരെ നന്നായിരുന്നു. മറ്റപടി പടം വന്നിട്ട് വളരെ ഒരു സുമാറായ പടമാണ്. അപ്പോൾ ശരി, എന്നാൽ ബൈ.